ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടിയാണ് കേട്ടോ ആർമി റോഡ്. അപ്പോൾ ഈ മാവേലി ഹിന്ദിക്കാരിയാണ്, പക്ഷെ കണ്ടാൽ പറയൂല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ കലാപരിപാടികളും പിന്നെ ഉച്ചക്ക് സദ്യ, അത് കഴിഞ്ഞ് പിന്നെ വിദ്യാർത്ഥികൾക്ക് അവാർഡ് കൊടുക്കൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗാനമേള, കൈകൊട്ടിക്കളി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ നടത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാ കാര്യവും. നമ്മുടെ ആർമി റോഡ് എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പൻ്റെ പേരാണ് കേട്ടോ വന്നത്. പഴയ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും, പക്ഷെ ഇപ്പോൾ കൂടുതലും വന്ന് താമസിക്കുന്നത് പുറത്തുനിന്നുള്ളവരാണ്. ആർമി റോഡ് എൻ്റെ രാമക്കുളത്ത് തുണ്ടിയിൽ വറീത് കുട്ടി, ശരിക്കും പേര് അതല്ല, പക്ഷേ എല്ലാവർക്കും അറിയുന്നത് ആ ഒരു പേരിലാണ് കേട്ടോ, വറീത് കുട്ടി. അതാണ് കേട്ടോ ആർമി റോഡിൻ്റെ ഫുൾ നെയിം. പലർക്കും ഇപ്പം ഇവിടെ വന്ന് താമസിക്കുന്ന പലർക്കും അതറിയില്ല, പക്ഷേ നമ്മുടെ അപ്പൂപ്പൻ്റെ പേരാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വൈകിട്ടായപ്പോഴേക്കും ഇവിടെ അനിയത്തിമാർക്ക് അവാർഡൊക്കെ കിട്ടണ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ വന്നിരുന്നതാണ്. അമ്മ അപ്പോഴേക്കും ആ പരിപാടി കഴിഞ്ഞ് ഞാൻ എത്തിയുള്ളത്. മാമനും 2 മാമന്മാരും ഉണ്ട് കേട്ടോ. എല്ലാത്തിനും ഫുഡ് വിളമ്പാനായാലും എല്ലാ കാര്യത്തിനും മാമന്മാർ തലേദിവസം തൊട്ടേ അവിടെ തന്നെ ആയിരുന്നു. പിന്നെ അവിടുത്തെ ഞങ്ങളുടെ മേയറൊക്കെ വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്ത് പിള്ളേർക്കൊക്കെ അവാർഡ് കൊടുത്തു കേട്ടോ. അനിയത്തിമാർ പറഞ്ഞ് ഞങ്ങൾ സ്റ്റേജിൽ കയറണം, വീഡിയോ എടുക്കില്ല മുച്ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. ഒരു അവാർഡ് വാങ്ങിയിട്ട് ഇതാണ് നമുക്ക് കിട്ടിയ ട്രോഫി. അവർക്ക് കിട്ടിയിട്ട് ഇപ്പോൾ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല, അത്രയും ട്രോഫി ആയിട്ടോ. നല്ല എന്താ പറയുക, പ്രൗഡ് മൂമെൻ്റ് ആണ് കേട്ടോ അതൊക്കെ കാണുമ്പോഴത്തേക്കും. നമ്മുടെ അനിയത്തിമാരല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വന്നേക്കണ പരിപാടി മറ്റേ തിരുവാതിര കളിയാണ്. തിരുവാതിരയല്ല, കൈകൊട്ടിക്കളിയാണ് കേട്ടോ. ഇപ്പോൾ ഇതാണല്ലോ ഇവിടുത്തെ എല്ലായിടത്തും ട്രെൻഡ്. അപ്പം നമ്മുടെ അവിടെ തന്നെയുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് വേറെ പ്രോഗ്രാം ഉണ്ടായി, അവിടെ നിന്ന് വന്ന വഴിയാണ് കേട്ടോ. ആകെ ക്ഷീണിച്ചാണ് അവർ വന്നതെങ്കിലും നല്ല അടിപൊളിയായിട്ട് നല്ല എനർജി തന്നെ അവർ കളിച്ചായിരുന്നു കേട്ടോ. നമുക്ക് കോപ്പി റൈറ്റ് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ആ പാട്ട് ഇതിൽ ആഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു ഈ കഴിഞ്ഞ ഞായറാഴ്ച 31-ാം തീയതി ആയിരുന്നു കേട്ടോ നമ്മളെ ഓണാഘോഷ പരിപാടി. അപ്പോൾ ചെറിയ വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ടത് എന്നാലും സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.